ഹലോ ഗൈസ്, അപ്പം ഞാൻ വീണ്ടും വന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു ദിവസത്തിൽ ചെയ്യുന്ന ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പം എല്ലാവരും വീഡിയോക്ക് ഒന്ന് കണ്ടിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഒരു ദിവസത്തിൽ ഏറ്റവും റിസ്ക് ഉള്ള പണി എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതോ ലഞ്ച് ഉണ്ടാക്കുന്നതോ ഡിന്നർ ഉണ്ടാക്കുന്നതോ ഒന്നുമല്ല. ഈ വീടൊന്ന് വൃത്തിയാക്കി വെക്കുന്നതാണ് ഏറ്റവും റിസ്ക് ഉള്ള പണി. പിന്നെ ഈ കാണുന്ന ബെഡ്ഷീറ്റില്ലേ, അത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണേ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യണേ. നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ് കേട്ടോ. നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ്. കിടക്കാനും നല്ല സുഖം, ചൂടത്തൊക്കെ യൂസ് ചെയ്യാൻ ബെറ്ററായിട്ടുള്ള ബെഡ്ഷീറ്റാണത്. ഈ ഡ്രസ്സ് മടക്കി വെക്കുന്ന ജോലി ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് കേട്ടോ. എല്ലാതും ചെയ്താലും ഇത് രണ്ടും മൂന്നും ദിവസത്തെ മിക്കവാറും ഞാൻ കൂട്ടി വെക്കാറുണ്ട്. അത് ഒന്നാമത് മടിയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നിസല് ഡ്രസ്സൊക്കെ എടുക്കുമ്പം അടിയിൽ നിന്നൊക്കെ വലിച്ചാകെ കുത്തി മറിച്ചിട്ട് വെക്കും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരും. ഈ ബെഡ്ഷീറ്റും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബെഡ്ഷീറ്റാട്ടോ. പക്ഷേ ഇത് കോട്ടനാണ്, കുഴപ്പമില്ല, കിടക്കാനൊക്കെ സുഖം. പക്ഷേ പെട്ടെന്ന് കളറ് മങ്ങിയ പോലെ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, യൂസ് ചെയ്യാൻ നല്ല കട്ടിയുള്ള കോട്ടനൊക്കെ തന്നെയാണ്. പക്ഷേ കളറ് പെട്ടെന്ന് ഫെയ്ഡായിപ്പോയി. നമ്മൾ വീട് അടിച്ച് വാരി തുടക്കുന്നതിനെക്കാട്ടും ഭയങ്കര റിസ്ക്കുള്ളൊരു പണിയാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുന്നത്. എങ്ങനെയെന്നൊന്നും അറിയില്ല, പിറ്റേ ദിവസം അതേപോലെ അത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെയെന്നറിയില്ല, അത് പരന്ന് കിടക്കുന്നുണ്ടാവും. പിന്നെ ആ കാണുന്ന ടേബിളില്ലേ, അത് നിസൽ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടേബിളാണ്. അത് എങ്ങനെ വൃത്തിയാക്കിയിട്ടും കാര്യമില്ല. മൂപ്പര് ഒരു മിനിറ്റ് ആ ടേബിളിൻ്റെ അടുത്തൂടെ പോയാൽ മതി, അത് മൊത്തം കച്ചറായിട്ട് കിടക്കും. ഞാനും നിസൽ ഏറ്റവും കൂടുതൽ വഴക്കടിക്കുന്ന ഒരു കാര്യം ഈ എടുത്ത സാധനം എടുത്ത് വെക്കാത്തതിനും അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തിടുന്നതിനുമാണ്. എനിക്കിങ്ങനെ അവിടെ ഇവിടെ പരന്നെടുക്കുന്നതും ഡ്രസ്സ് വലിച്ചു വാരിയിടുന്നതും എനിക്കിഷ്ടമല്ല. ഏറ്റവും കൂടുതൽ ഞങ്ങൾ അടി ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു കാര്യമാണ്. അടുക്കള കയറി അടുക്കള എല്ലാം വലിച്ചു വാരിയിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാക്കി വെക്കും. അങ്ങനെ നമ്മുടെ റൂമും ഹോളൊക്കെ വൃത്തിയാക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പെണ്ണുങ്ങളുടെ ലൈഫിൽ ഒരിക്കലും തീരാത്തൊരു പണിയാണ് ഈ പാത്രം കഴുകൽ എന്ന് പറഞ്ഞാൽ. അത് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയാലും ശരി, ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ശരി, പാത്രം കഴുകാല്ലാത്ത ഒരു ദിവസം പോലും അവർക്ക് ഉണ്ടാവാറില്ല. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ. പാത്രം ഇഷ്ടം പോലെ കഴുകാനുണ്ടാവും. അത് രാവിലെ എണീറ്റ് രാത്രി കിടക്കുന്നവരെ പാത്രം കഴുകാനുണ്ടാവും. അതെങ്ങനെ വരുന്നതെന്ന് അറിയില്ല. എത്ര കഴുകി കഴിഞ്ഞാലും സിങ്ക് ഒരു ഉച്ചയാകുമ്പോഴത്തേന് നിറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാണുന്ന സ്ഥലത്ത്, പെട്ടെന്ന് കയ്യെത്തുന്ന സ്ഥലത്ത് അധികം പാത്രങ്ങൾ വെക്കാറില്ല. അധികം ഞാൻ ഈ ഷെൽഫിൻ്റെ താഴത്തെ തട്ടിലാണ് പാത്രങ്ങൾ വെക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് കുമ്പിട്ട് എടുക്കൂലല്ലോ.
കുനിഞ്ഞെടുക്കുക അവിടെയുള്ള ചില ആൾക്കാർക്കൊക്കെ മടിയാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് മാത്രം വെക്കും. അപ്പം ഈ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന സാധനങ്ങൾ മാത്രം എടുത്ത് പെരുമാറി അത് അവിടെ വെച്ച് പൊയ്ക്കോളും. കുറേ മുന്നേ ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ചെടികളൊക്കെ ഒറിജിനലാണോ പ്ലാസ്റ്റിക് ആണോ എന്ന്. അതൊക്കെ ഒറിജിനൽ ചെടികളാട്ടോ. ഞാൻ വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതൊക്കെ ഇങ്ങനെ അതിൽ നല്ല വൃത്തിയുള്ളതൊക്കെ നോക്കിയിട്ട് അങ്ങനെ വെച്ചതാണ്. ഞാൻ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കിച്ചൺ വൃത്തിയാക്കുള്ളൂ. എല്ലാതും കഴിഞ്ഞതിന് ശേഷം വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ നീറ്റിൽ പിറ്റേ ദിവസം രാവിലെ വരെ അങ്ങനെ കിടക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ചില ദിവസം കെടുക്കാറുണ്ട്, ചില ദിവസം കണക്കാം. പിന്നെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്ന കാരണം, ഡെയിലി തുടക്കുന്നൊക്കെ കാരണം അങ്ങനെ ചെളിയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ചില ദിവസമൊക്കെ ഞാൻ വല്ലാണ്ട് മടിയുള്ള ദിവസമൊക്കെ അടിച്ച് വാരാണ്ടൊക്കെ തുടക്കാറുണ്ട്. പക്ഷെ ഒന്നും ഉണ്ടാവാറില്ല, ചളിയൊന്നും അധികം ഉണ്ടാവാറില്ല. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ചിലപ്പം എല്ലാ പണിയൊക്കെ കഴിഞ്ഞാൽ അടിച്ച് വാരാതൊക്കെ നൈസായിട്ട് തുടച്ചൊഴിവാക്കാറുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു കിച്ചണിൻ്റെ സൈഡിലുള്ള ഈ ഒരു ചെറിയ ഗ്യാപ്പിലാട്ടോ അലക്കിയതൊക്കെ ഇടൽ. കാരണം ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്തും മേലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പൊടിയാണ്. 2 സൈഡിൽ റോഡും ട്രെയിനൊക്കെ പോകുന്ന കാരണം. അപ്പം ഞാൻ ഈ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ 2 ആളെ ഡ്രസ്സെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പം ഞാൻ ഇവിടെയാണ് അലക്കിയതൊക്കെ ഇടുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ പോകണതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചായയൊക്കെ കുടിക്കാൻ ആ ഒരു ഗ്യാപ്പിൽ ഇച്ചിരി സ്പേസ് ഉണ്ട്, അവിടെ ഇരിക്കാറുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ സിറ്റ് ഔട്ട്. ഇവിടെ നല്ല രസമാണ്. വൈകുന്നേരം ആയാൽ ക്യൂൻസിൻ്റെ അവിടുന്ന് ഉള്ള കാറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് വരും. രാത്രിയൊക്കെ നല്ല രസമാണ് അവിടെ നിന്നിട്ട് പുറത്തോട്ട് നോക്കാൻ. അതിൻ്റെ ഇടയിൽ കൂടി നിസിൽ വന്ന് എങ്ങോട്ടൊക്കെ പോകണ കഥയൊക്കെ പറയുന്നുണ്ട്. നേരെ വെളുത്താൽ എങ്ങണ്ടാ പോവാന്ന് വിചാരിച്ചിട്ടാണ് മൂപ്പരെ എണീക്കണേ തന്നെ. അപ്പം നമ്മുടെ ഈ കുഞ്ഞ് ക്ലീനിങ് വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.